സ്വന്തം പൈസ കൊണ്ട് സ്വന്തം വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ? സ്വന്തം പൈസ കൊണ്ട് സ്വന്തം വീട് വെക്കാൻ ഇപ്പം തൽക്കാലം പ്ലാനില്ല. കാരണം വേറൊന്നുമല്ല, വീട് വെക്കും ഞാൻ ഇപ്പോഴല്ല. ഇപ്പൊ ഒരു വീട് നമുക്കുണ്ടല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീടുണ്ട്. ഇളയ കുഞ്ഞ് മൈനറുണ്ട്. കുഞ്ഞ് മൈനറാണ്. കുഞ്ഞിന് 18 വയസ്സാകുന്നത് അവന്റെ അമ്മ ഞാനല്ലേ. നമുക്ക് ആ കുഞ്ഞിന്റെ അതേ അവകാശം നമുക്കുണ്ടല്ലോ. ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം. മൂത്ത മോന്റെ ഇളയ മോന്റെ വീടാണത്. നമ്മൾ അവരുടെ അമ്മ അവരുടെ വീട്ടിൽ ആ വീട്ടിൽ നമ്മൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ തന്നെ വേണം പറയാൻ. ഇതാണ് രേണു. അപ്പ ഓരോ കാര്യങ്ങള് ഇങ്ങനെ മാറ്റി മറിച്ചും കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഈ രേണു തന്നെ അല്ലേ ഈ പറയുന്ന വീട് വെച്ച് കൊടുത്തവരെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ കുറേയധികം വിമർശനങ്ങൾക്ക് ഇടയുണ്ടാക്കിയതും. ഇപ്പോൾ ഇതാ അവകാശവാദവുമായിട്ട് രേണു രംഗത്തെത്തിയിരിക്കുകയാണ് മക്കളെ. അതായത് മക്കൾക്ക് അവകാശമുണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശമുണ്ടല്ലോ. അവകാശം വെച്ചോ, ഇവിടെ ആര് പറയുന്നു നിങ്ങളുടെ അടുത്ത് അവകാശം വയ്ക്കണ്ടെന്ന്? പക്ഷെ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളൊക്കെ തന്നെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ തന്നെ എന്തായിരുന്നു അപ്പൊ ആ പ്രഹസനങ്ങൾ എന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം അപ്പോ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് അവകാശമില്ല, അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന രേണുവിനും അവകാശം ആയി മാറിയോ ആ ഒരു തരത്തിൽ? അല്ലെങ്കിൽ ഇപ്പോ വീട് വയ്ക്കാനൊന്നും തന്നെ ഉദ്ദേശമില്ല, ഇപ്പോ അവിടെ തന്നെ തുടരാൻ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ മക്കൾക്ക് അവകാശപ്പെട്ടതാണല്ലോ, അപ്പോൾ 18 വയസ്സാവുന്നത് വരെ ഒരു അമ്മയല്ലേ ഞാൻ, അപ്പോൾ എനിക്കും അവകാശമുണ്ടല്ലോ എന്നുള്ള തരത്തിലൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ആയടേ. അപ്പോ ഇത്രയും നാള് ഈ കുറ്റം പറഞ്ഞതും കുറവുകൾ പറഞ്ഞതും ഒക്കെ തന്നെ ഇപ്പൊ വിഴുങ്ങിയോ രേണു? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം എന്തൊക്കെ ആയിരുന്നു ഈ വീടിന്റെ പേരിൽ കുറ്റം പറച്ചില്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചില്, ബിഷപ്പിനെ പറയുന്നു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന വീട് വച്ചു കൊടുത്ത വ്യക്തിയെ പറയുന്നു. എന്തൊക്കെ ആയിരുന്നു പ്രഹസനങ്ങള്. ഇപ്പൊ ഒന്നും പറയാനില്ല. ഇപ്പൊ വീട് വേണം, മറ്റൊരു വീട്ടിലേക്ക് മാറാനോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാനോ ഒന്നും തന്നെ താല്പര്യമില്ല. ഈ വീട് മതിയെന്നായി. ഇതങ്ങ് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഇത്രയും കോളിളക്കങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ഈ വീട് വെച്ച് കൊടുത്തവരെയും വീട് വയ്ക്കാനായിട്ട് സ്ഥലം കൊടുത്തവരെയും നാണം കെടുത്തുന്ന തരത്തിലായിരുന്നില്ലേ രേണുവിന്റെ ഓരോരോ പ്രവർത്തികൾ എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ കണ്ട ചില കാഴ്ചകളെന്നൊക്കെ പറയുന്നത് അവസാനം അവർക്ക് ഗതികെട്ട് ഈ ഒരു തരത്തിൽ അവരെപ്പോലും ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചതാരാണ്? ഈ പറയുന്ന രേണു തന്നെയായിരുന്നു. അതിൽ കിച്ചുവോ അല്ലെങ്കിൽ ഇളയ മകനോ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. കിച്ചു തീർച്ചയായിട്ടും ഇതുവരെയായിട്ടും അവരെ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള കുറ്റങ്ങളോ ഒന്നും പറയണ്ട. പക്ഷെ രേണുവിന്റെ ഭാഗത്ത് നിന്നാണ് പല രീതിയിൽ നമുക്ക് ഒരു സഹായം ചെയ്തു തന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവർക്കെതിരെ ഇത്രത്തോളം ഒക്കെ തന്നെ അങ്ങേയറ്റം ആ ഒരു തരത്തിൽ ഒരു വീട് വെച്ച് തന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് പേടം തന്നതിന്റെ പേരിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് എത്തിച്ചത് രേണുവാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം വീട് വേണ്ട എന്നുള്ള രീതിയിൽ വേറെ വാടക വീട്ടിൽ എന്നൊക്കെ തരത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ തന്നെ ഞാൻ പലതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? അങ്ങനെയൊന്നും വയ്യ. രേണു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വർക്കുകളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ രേണുവിന് വേണമെങ്കിൽ പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് വേറെ വീട് എടുക്കുക ഒക്കെ തന്നെ ചെയ്യാമല്ലോ. എന്നിട്ട് ചെയ്യാൻ വയ്യ, ഈ വീട് തന്നെ വേണം, എന്നിട്ട് അവരെ കുറ്റം പറയുകയും വേണം. ഓ, വല്ലാത്ത ഒരു അവസ്ഥ തന്നെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതിന്റെ പേരിൽ കുറ്റം പറയുന്നതൊന്നും അല്ല, പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ച പരിപാടി അതായിരുന്നു. എന്നിട്ട് ഇപ്പോ സഡേന്ന് ആ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് ഈ ഒരു തരത്തിൽ എത്തിച്ചു എന്നുള്ളത് കാണുമ്പോഴത്തേക്കും ഇത്രയെങ്കിലുമൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ മുമ്പൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റയടിക്ക് വിഴുങ്ങിയ എന്തോ പറയണം ഇതിനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അപ്പൊ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത്. ഒരു ക്യാമറ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എന്തു പറയണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് രേണു കൊടുക്കുന്ന മറുപടി വേറൊരു തരത്തിലായിരിക്കും. എന്തായാലും ഇപ്പൊ വീടിന്റെ കാര്യം രേണു തീരുമാനമാക്കിയിട്ടുണ്ട്. ആ വീട് വിട്ടുകൊടുക്കത്തില്ല, ആ വീട്ടിൽ തന്നെ താമസിക്കും. എനിക്കും കൂടെ അവകാശപ്പെട്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് രേണുവിനും കൂടെ അവകാശപ്പെട്ട വീടാണ് എന്നുള്ളത് രേണു തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി കിച്ചുവിന് 8ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോന്ന് അറിയത്തില്ല. ഇനി കിച്ചുവിന് അവകാശമില്ല, എനിക്ക് മാത്രമാണ് അവകാശം എന്നുള്ള തരത്തിലോട്ട് വല്ലതും ഇനി രേണു പറയുമെന്ന് അറിയത്തില്ല. കാരണം രേണു പറയുന്ന പല കാര്യങ്ങളും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം തുടക്കത്തില് ഈ വീട് വച്ച് തന്നപ്പോഴേ, ഈ വീടിന് സ്ഥലം തന്ന കാര്യവും വീട് വച്ച് തുടങ്ങി വീട് പൂർത്തീകരിച്ച് അവർക്ക് ഈ താക്കോല് കൊടുക്കുന്നത് വരെയും ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെയോ തരത്തില് കുഴപ്പങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് രേണു തുടങ്ങി. എല്ലാം രമ്യതയിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവാമായിരുന്നിട്ട് പോലും
അത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് രേണു അത് എത്തിച്ചു. നിങ്ങൾക്ക് അവിടെ തന്നെ താമസിക്കാം, നിങ്ങൾക്ക് അവിടെ തന്നെ വേറെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തിനായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത്? അവരെയും നാറ്റിച്ചു, വച്ചു കൊടുത്തവരെയും നാറ്റിച്ചു, അവസാനം വീടും കൊള്ളത്തില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. ഇപ്പോ പറയുന്നു ആ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്, ഞാനും അവിടെ തന്നെ താമസിക്കും എന്നുള്ള തരത്തിൽ പുതിയ വീട് വയ്ക്കാൻ ഒന്നും തന്നെ ഉദ്ദേശമില്ല, മാറാനും ഉദ്ദേശമില്ല, അത് തന്നെയാണ് നമ്മുടെ വീട്. കൊള്ളാം. എന്തായാലും രേണുവിന്റെ ഉള്ള ഈ ഒരു സ്വഭാവ മാറ്റങ്ങളും മാറ്റിപ്പറച്ചിലുകളും ഒക്കെ തന്നെ എവിടം വരെ പോകും എന്നുള്ളത് കണ്ടറിയാം.